ഹലോ എവരി വൺ, വെൽക്കം ടു ഗെറ്റ് മൈ വിഷോ പവർഡ് ബൈ ഫെയിൽ ഇൻഫെക്റ്റഡ് മീഡിയ. ഞാനിപ്പോൾ എന്നുള്ളത് നമ്മളെ കുറ്റ്യാടി, പേരാമ്പ്ര, ബാലുശ്ശേരി എന്നീ സ്ഥലങ്ങളിലൊക്കെ ഹൃദയഭാഗമായ ഉള്ളിയേരിയിലാണ്. ഉള്ളിയേരി വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ KVR ഹ്യുണ്ടായി KVR ഹ്യുണ്ടായിൻ്റെ ഒരു ഷോറൂമുണ്ട്. അത് അധികം ആർക്കും അറിയത്തില്ല. ഈ ഷോറൂമിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇത് KVRൻ്റെ അല്ലെങ്കിൽ ഹ്യുണ്ടായിയുടെ റൂറൽ ഏരിയയുടെ ഭാഗമായിട്ടുള്ള ഷോറൂമാണ്. ആൻഡ് ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു കണ്ടോ സർവീസ് സെൻറ്ററും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷോറൂമിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്താണ് ഇവിടുത്തെ എക്സ്ക്ലൂസീവ് ഡീലുകൾ, എന്തൊക്കെയാണ് ഈ മാസത്തെ സ്പെഷ്യൽ ഓഫറുകൾ, നിങ്ങൾ റൂറൽ ഏരിയയിൽ നിന്ന് എന്തുകൊണ്ട് കാർ എടുക്കണം എന്ന് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് വരെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ഡിസംബർ മാസമാണ്. സത്യം പറഞ്ഞാൽ ഡിസംബറിൽ ബ്രാൻഡ് ന്യൂ കാർ വാങ്ങാൻ പറ്റിയ ഏറ്റവും മികച്ച സമയമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാഹനം അതിൻ്റെ ഏറ്റവും മാക്സിമം ഡിസ്കൗണ്ട്, ഏറ്റവും ലോസ് പ്രൈസിൽ എത്തുന്ന സമയമാണ് സത്യം പറഞ്ഞാൽ ഡിസംബർ മാസം എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ ഹ്യുണ്ടായിൽ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഏകദേശം 20,000-25,000 രൂപ മുതൽ ഏകദേശം 2 ലക്ഷം രൂപ വരെയുള്ള ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇവരുടെ ബ്രാൻഡ് ന്യൂ കാറുകളിൽ പല വേരിയൻറ്റുകളിൽ പല മോഡലുകളിൽ ഡിസ്കൗണ്ട്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനും ഏറ്റവും മികച്ച റേറ്റ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബാർഗൻ ചെയ്ത് ഏറ്റവും മികച്ച റേറ്റ് എടുക്കാൻ പറ്റിയതും ഈ ഡിസംബർ മാസത്തിലുള്ള മാക്സിമം വാല്യൂ ലഭിക്കും. കൂടാതെ മറ്റൊരു കേസ് എന്ന് പറയുന്നത്, ഈ ജനുവരി ആവുന്ന സമയത്ത് എല്ലാ ബ്രാൻഡുകളിലും ഹ്യുണ്ടായി ഉൾപ്പെടെ എല്ലാ ബ്രാൻഡുകളിലും പുതിയ കാറുകൾക്ക്, വാഹനങ്ങൾക്ക് വില കൂടും. ഇപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുകയാണ് ഈ വർഷത്തെ വാഹനം അടുത്ത മാസം വാങ്ങാൻ എന്ന് വിചാരിച്ചിരിക്കുക എന്നുണ്ടെങ്കിൽ ആ കൂടിയ പ്രൈസിൽ നിന്നായിരിക്കും ഇവർ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരുന്നത്. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് കാര്യമായ ഡിസ്കൗണ്ട്സ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഡിസംബറിൽ നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ന്യൂ കാർ എടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സമയം ആണെന്ന്. പിന്നെ പല മോഡലുകളിലും നമുക്ക് 100% വരെ ലോണും കാര്യങ്ങളും കിട്ടും. ഈ 100% ലോണ് ഒരു ബ്രാൻഡ് ന്യൂ കാറിൽ കിട്ടുന്ന സമയത്തുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലിശ, ബ്രാൻഡ് ന്യൂ കാറിൻ്റെ പലിശയും പ്രീ ഓൺ കാറിന് കിട്ടുന്ന ലോണിൻ്റെ പലിശയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്രാൻഡ് ന്യൂ കാറിൽ നമുക്ക് 100% ലോൺ കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഈ ബ്രാൻഡ് ന്യൂ കാറിൽ ഇതുപോലെ ലോൺ കിട്ടുക, 100% ലോൺ കാര്യങ്ങൾ കിട്ടുക എന്നുള്ളത്. നിങ്ങളൊരു ബ്രാൻഡ് ന്യൂ കാർ ചൂസ് ചെയ്യാൻ നിൽക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച സമയമാണ് സത്യം പറഞ്ഞാൽ ഡിസംബർ മാസം എന്ന് പറയുന്നത്. ഇത് ബ്രാൻഡ് ന്യൂ കാർസ് എടുക്കുന്നവർക്കുള്ള അഡ്വാൻറ്റേജിനെ പറ്റിയാണ്. ഇതുപോലെ പ്രീ ഓൺ കാർ എടുക്കേണ്ടതിൻ്റെ അഡ്വാൻറ്റേജിനെ പറ്റി നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടി നമ്മളെ ഉള്ളിയേരി ഷോറൂമിലത്തെ ടെറിട്ടറി മാനേജർ, പേര് അരുൺ, അദ്ദേഹം നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ഞാൻ എന്തുകൊണ്ട് ഡിസംബറിൽ ഒരു ബ്രാൻഡ് ന്യൂ കാർ വാങ്ങണം എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവർക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ മാസത്തെ ഡിസ്കൗണ്ടുകൾ, പ്രൈസുകൾ, കാര്യങ്ങളൊക്കെയാണ്. ആദ്യം തന്നെ നമുക്ക് എക്സ്റ്ററിലേക്ക് നോക്കിയാലോ. അതെ, എക്സ്റ്ററിൽ എന്ത് വില വരുന്നുണ്ട് ഫുൾ ഓപ്ഷനിൽ? ഇത് എസ്റ്റർ ഫുൾ ഓപ്ഷൻ ഡുവൽ ടോൺ എന്ന് വരുന്ന ഓട്ടോമാറ്റിക് വേരിയന്റ് വരുന്നത്. ഇതിന് ഓൺ റോഡ് റേറ്റ് വരുന്നത് 11,84,000 രൂപയാണ് നോർമൽ റേറ്റ് വരിക, ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതെ, ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ ഫുൾ ഓപ്ഷന്റെ റേറ്റ് വരിക. ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് സൺറൂഫ് വരും, വയർലെസ് ചാർജിങ് വരും, 6 എയർ ബാഗ്സ് വരും, അതുപോലെ ഇത് AMT ആണ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്, അതുകൊണ്ട് തന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് വരും, കൂടാതെ ഡാഷ് ക്യാം കാര്യങ്ങൾ, ഇത്രയധികം ഫീച്ചറുള്ള വാഹനത്തിനാണ് 11,84,000 രൂപ. അത് വിത്തൗട്ട് ഡിസ്കൗണ്ട് ഉള്ള പ്രൈസ് ആണ്. ഇനി ഡിസ്കൗണ്ട്സ് ആണെങ്കിൽ നമുക്ക് അപ് ടു എത്ര വരെ വരുന്നുണ്ട്? ഇതിന് 40,000 വരെ ഇപ്പം നിലവിൽ 40,000 രൂപ വരെയുള്ള ഡിസ്കൗണ്ട് എക്സ്റ്ററിൽ അവൈലബിൾ ആണ്. അത് നല്ല ഡീലാണ്. കാരണം ഇത്രയധികം ഫീച്ചേഴ്സ് വരുന്ന മറ്റൊരു വാഹനം ഈ സെഗ്മെന്റിൽ മറ്റു കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ച്, കാരണം നമുക്കൊരു ആദ്യമായിട്ടൊരു വാഹനം ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ല വീട്ടിലൊരു സെക്കൻഡ് കാർ ആയിട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് മികച്ചൊരു വാഹനമാണ്. കൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടല്ലേ. പിന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ പ്രത്യേകത സാധാരണ ഓട്ടോമാറ്റിക് പോലെയല്ല, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള നല്ല ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വന്നിരിക്കുന്നത്. MT ഗിയർ ബോക്സ് ആണെങ്കിലും നല്ല ലാഗിങ് കമ്പാരിറ്റീവ്ലി കുറവാണ് ഇതിൽ വരുന്നത്. അതെ, ഭയങ്കര ലാഗും കാര്യങ്ങളും കുറവാണ്. പിന്നെ ഇതിൽ ഡാർക്ക് എഡീഷൻ അല്ലാതെ അതിന്റെ പേര് ഇതിന്റെ ഒരു നൈറ്റ് എഡിഷൻ കൂടി വരുന്നുണ്ട്. അതിന് നമുക്ക് നോർമൽ റേറ്റിനേക്കാൾ ഒരു 18,000 രൂപ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് എഡിഷൻ എന്നുള്ള ഒരു വേരിയന്റ് കൂടി നമുക്ക് വന്നിട്ടുണ്ട്. പുതിയ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് എഡിഷൻ ചൂസ് ചെയ്യാനാണ്. അതിലിവിടെ ഒരു റെഡ് സ്ട്രൈപ്പ് ഒക്കെ വരുന്നത്, കുറെ റെഡ് എലമെന്റ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഡിസ്ക് കാലിപ്പർ ഒക്കെ റെഡ് ആവുന്നുണ്ട്. അലോയ് വീൽ ഫുൾ ബ്ലാക്ക് ആവും. എല്ലാം കൂടെ കൂട്ടിയിട്ട് 18,000 രൂപ അധികം വരത്തുള്ളൂ. അത് നല്ലൊരു ഡീലാണ്. പിന്നെ CNG വേരിയന്റ് വരുന്നുണ്ട്. CNG വരുന്നുണ്ട്. CNG വരുന്ന സമയത്ത് CNG നമുക്ക് 2-3 വേരിയന്റ് വരുന്നുണ്ട്. S എന്നുള്ള മോഡാണ് സ്റ്റാർട്ടിംഗ് മോഡൽ വരിക.
പിന്നെ ഉള്ളത് SX വരുന്നുണ്ട്, സൺറൂഫ് സ്റ്റാർട്ട് ആവുന്ന മോഡൽ. അതിനുശേഷം ഈ നൈറ്റ് എഡിഷൻ ആഡ് ആയി വരുന്നുണ്ട്. ഓക്കെ, നൈറ്റ് എഡിഷനിൽ നമുക്ക് CNG അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു 1 കിലോഗ്രാമിന് ഏകദേശം 27 കിലോമീറ്റർ ഒക്കെയാണ് മൈലേജ് ആണ് പറയുന്നത്. അപ്പോൾ CNG നോക്കാനും സിറ്റി കാറൊക്കെ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് ഓടിക്കുന്ന സമയത്ത് ഭയങ്കര ലൈറ്റാണ്, ക്ലച്ചൊക്കെ ഭയങ്കര ലൈറ്റ്. അപ്പോൾ സിറ്റി ട്രാഫിക്കിലൂടെ കൊണ്ടുനടക്കാനൊക്കെ മികച്ചൊരു വണ്ടിയാണ് സത്യം പറഞ്ഞാൽ. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ റൂറൽ ഷോറൂമുകളിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്കീം ഉണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. അതാണ് കുറച്ച് ഇവിടുത്തെ റൂറൽ പ്രത്യേകത. അതായത് നമുക്ക് അത് വരുന്നത് വെച്ചാൽ സമ്മർ സ്കീം എന്നൊരു സ്കീമാണ്. ഓക്കെ, അത് നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ടും പിന്നെ റൂറൽ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, ഇവർക്കൊക്കെ ഒരു സ്കീം കൊടുക്കുന്നതാണ്. അതിന് വേണ്ടത് വെച്ചാൽ ഒരു ലാൻഡ് ടാക്സ് കോപ്പി മാത്രം മതിയല്ലേ? അതെ, അത് റൂറൽ ഏരിയയിലേക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ നിന്ന് വണ്ടി എടുത്താൽ മാത്രമേ ആ ഒരു സ്കീം കിട്ടുള്ളൂ. പിന്നെ ഈ ഷോറൂമിന് മറ്റൊരു പ്രത്യേകതകളുണ്ട്, ഇവിടെ സർവീസ് സെന്റർ വന്നിട്ടുണ്ട്. ഞാനത് ആദ്യം ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. നിങ്ങൾ നേരത്തെ ഈ പറയുന്ന കുറ്റ്യാടി, ബാലുശ്ശേരി, വടകര ഇതിന്റെ എല്ലാ ഇടയിലൊക്കെ ഉള്ള ആളാണ്. ടൗണിൽ പോയി ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ നല്ല റോഡും കാര്യങ്ങളും, റോഡ് സൈഡിലായിട്ട് തന്നെയാണ് ഈ സർവീസ് സെന്ററും ഷോറൂമും എല്ലാം കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മതി. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കൊടുക്കാം. നമുക്കിനി അടുത്ത വാഹനത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയാലോ? നമ്മളെ ഇതിന്റെ വിലയൊക്കെ തുടങ്ങുന്നത് എത്ര തൊട്ടാണ്? ഇത് നമ്മൾ 5,93,000 തൊട്ട് നമുക്ക് 8,80,000 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ശരി, 8,90,000 എന്ന് പറയുമ്പോൾ MTന്റെ ഫുൾ ഓപ്ഷന്റെ റേറ്റ്. അതെ. 10 ലക്ഷത്തിന് അടിയിൽ നല്ലൊരു ഓട്ടോമാറ്റിക് കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഇത്. ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിന് മാനുവൽ ഗിയർ ബോക്സ് ആണെങ്കിൽ നമുക്ക് 68,000 വരെ ഇപ്പം റെന്റിംഗ് ഓഫറായിട്ട് വരുന്നുണ്ട്. 68,000 നമ്മളെ വീട് പറഞ്ഞാൽ കുറച്ചുകൂടി എന്തെങ്കിലും എക്സ്ട്രാ കിട്ടും. പിന്നെ സംബന്ധ സ്കീം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടും. ഓക്കെ, ഇതിന് ഓട്ടോമാറ്റിക്കിന് 53,000 ആണ് നിലവിലുള്ള ഓഫർ ഉള്ളത്. അപ്പൊ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലാണ് കറന്റിൽ ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. 58,000 അല്ലെ 68,000 അല്ലെങ്കിൽ 53,000 എന്നൊക്കെ പറഞ്ഞാൽ നല്ല പ്രൈസാണ്. 5 ലക്ഷം രൂപ മുതൽ 8 ലക്ഷത്തി വരെ അല്ലേ ഇതിന്റെ പ്രൈസ് റേറ്റ് വരുന്നത്. നമുക്ക് മേജറായിട്ട് ഡിസ്കൗണ്ട് ഉള്ള ഇപ്പൊ വെന്യൂല് നല്ല ഡിസ്കൗണ്ട്സ് ഉണ്ട്. നല്ല ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. ഏകദേശം 60,000 രൂപ വരെ നമുക്ക് ഓഫേഴ്സ് വരുന്നുണ്ട്. വെന്യൂല് നമുക്ക് മാനുവൽ അവൈലബിൾ ആണ്, പിന്നെ ടർബോ പെട്രോൾ അവൈലബിൾ ആണ്, ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്, ഡീസലും കാര്യങ്ങളും അവൈലബിൾ ആണ്. 60,000 രൂപ വരെയുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ റൂറൽ ഷോറൂമിന്റെ, ഈ ഉള്ളേരി ഷോറൂമിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഇതിന്റെ സർവീസ് സെന്ററിന്റെ വീഡിയോ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ഒരു സർവീസ് സെന്ററും കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം റെഗുലർ സർവീസിന് കാര്യങ്ങൾ, ബേസിക് മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് ചെയ്യാവുന്നതാണ്. പാർട്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടേക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാവുന്നതാണ്. കൂടാതെ നമ്മളെ ഇവിടുത്തെ ഓരോ മോഡലിലും എത്രയധികം ഡിസ്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ളത് കംപ്ലീറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ ആ ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് ഡിസ്കൗണ്ട്സും വില വിവരങ്ങളും അത്യാവശ്യം അറിയാൻ പറ്റുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ഇവരുടെ അടുത്ത ഷോറൂം ബാലുശ്ശേരിയിൽ, അവിടെ ഒരു പുതിയ ഷോറൂം വരുന്നുണ്ട് KVRന്റെ, അതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ബാലുശ്ശേരിയുടെ അടുത്തുള്ള പുത്തൂർവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളിതാ ഈ കാണുന്നത് കൊയിലാണ്ടിയിൽ നിന്ന് എടവണ്ണക്കുള്ള ഹൈവേ ആണ്. ഇതാ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വലിയൊരു ഷോറൂം വരുന്നത്. ഇത് നമ്മളെ KVR ഹുണ്ടായിൻ്റെ പുതിയ ഷോറൂമാണ്. KVR ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. കേരളത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓട്ടോമോട്ടീവ് ഡീലേഴ്സാണ്. ഇവരുടെ ഒരു പുതിയ മാസീവ് ഷോറൂം വിത്ത് സർവീസ് സെൻറ്റർ കണ്ടാ നമ്മളെ ബാലുശ്ശേരി പുത്തൂർവട്ടത്താണ് വരുന്നത്. കണ്ടോ, വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഓപ്പൺ ആവുന്നതായിരിക്കും. കോഴിക്കോട് ജില്ലയുടെ ഹൃദയഭാഗമാണ് ആക്ച്വലി ബാലുശ്ശേരി എന്ന് പറയുന്ന സമയത്ത്. നമ്മളെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുണ്ട് ബിഗർ ഷോറൂം. റീസെൻ്റ്ലി നമ്മളെ വെള്ളിമാട് കുന്നിൽ പുതിയൊരു ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. അതിനിപ്പോൾ ബാലുശ്ശേരിയിൽ വിത്ത് സർവീസ് സെൻറ്റർ, പുത്തൂർവേട്ട എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെയും ബിഗർ ഒരു ഷോറൂം തുടങ്ങാൻ പോവാണ്. എന്തായാലും കണ്ടോ, സ്റ്റേ ട്യൂൺ. ഈ ഒരു ഷോറൂം വരുന്ന സമയത്ത് ഇതിൻ്റെ കംപ്ലീറ്റ് വ്ളോഗും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മളെന്തായാലും ഇവരുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു ടെമ്പററി സെറ്റപ്പ് ഉണ്ട്, അതൊന്ന് പോയി കണ്ടിട്ട് വരാം. നന്മണ്ടയിൽ അവിടുത്തെ ഷോറൂം ഒഴിവാക്കി ഇവിടേക്ക് ഇവർ കംപ്ലീറ്റ്ലി മാറും വിത്ത് സർവീസ് സെൻ്ററാണ്. എന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയുടെ എല്ലാ ഭാഗത്തും ഇവിടെ സത്യം പറഞ്ഞാൽ ഇവർക്ക് സർവീസ് സെൻ്ററും കാര്യങ്ങളും വരും. സ്റ്റേ ട്യൂൺ. നമ്മൾ അടുത്ത ഷോറൂമാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ KVR ഹുണ്ടായിൻ്റെ നന്മണ്ടയിലുള്ള ഷോറൂം. ഇതാ ഇവിടെ ഒരു എക്സൈസിൻ്റെ റേഞ്ച് ഓഫീസ് ഉണ്ട്, കാണിച്ചു തരാം. ഇതാ എക്സൈസ് റേഞ്ച് ഓഫീസ് ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളെ KVRൻ്റെ ഷോറൂം. നമ്മൾ എന്തുകൊണ്ട് KVRനെ ഇതുപോലെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് കോഴിക്കോടത്തെ ഏറ്റവും മികച്ച ഹുണ്ടായിൻ്റെ ഒരു ഡീലർഷിപ്പാണ്. വിത്ത് സീറോ കസ്റ്റമർ കംപ്ലയിൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ബ്രാൻഡാണ് KVR എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഇവർ നൽകുന്നുണ്ട്. വാഹനങ്ങളെല്ലാം നമുക്ക് വിത്തൗട്ട് റെസ്ട്രിക്ഷൻസിന് അവരുടെ എല്ലാ വാഹനങ്ങളും ടെസ്റ്റ് റൈഡ് ചെയ്യാനോ, എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് തോന്നുന്ന റിസൾട്ട്, നമുക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാനുള്ള ഫ്രീഡവും കാര്യങ്ങളും ഇവർ തരുന്നുണ്ട്.
ആൻഡ് മൂന്നാമത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രൂ ചെല്ലുന്ന കസ്റ്റമേഴ്സിന് അല്ലെ നമ്മളെ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് ചെല്ലുന്ന കസ്റ്റമേഴ്സിന് നമ്മളെ കസ്റ്റമേഴ്സിന് അല്ലെ നമ്മളെ ഫോളോവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രൈസിങ്ങും ഡീൽസും കാര്യങ്ങളും ഇവർ നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ KVRനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഷോറൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ കാണുന്നത് നമ്മളെ ഹ്യുണ്ടായി ക്രെറ്റയുടെ ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. ആൻഡ് ദിസ് ഇസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹ്യുണ്ടായി i10ൻ്റെ ഗ്രാൻഡ് ടൈറ്റൺ ആണ്. ഇനി ഷോറൂമിൻ്റെ ഉള്ളിൽ ചെന്ന് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മളെ നന്മയുടെ ഷോറൂമിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞാൽ വേണ്ടി അർജുനാണുള്ളത്. അർജുൻ ഹായ്. നമുക്ക് i20ൻ്റെ പ്രൈസിങ് കാര്യങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. i20ൻ്റെ പ്രൈസിങ് എങ്ങനെയാണ്? i20 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 7 ലക്ഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി i20 നമുക്ക് പല വേരിയൻസിൽ അവൈലബിൾ ആണ്. പെട്രോളിൽ MPI 1.2 പെട്രോളിൽ അവൈലബിൾ ആണ്. അതുപോലെ ടെർബോ പെട്രോളിൽ അവൈലബിൾ ആണ്. ടെർബോ പെട്രോൾ നിലവിൽ നമുക്ക് N-ലൈനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ N-ലൈൻ തന്നെ ടെർബോ പെട്രോൾ 6 സ്പീഡ് മാനുവലിലും അതുപോലെ 7 സ്പീഡ് DCTയിലും അവൈലബിൾ ആണ്. 10 lakh പ്ലസ് വരെയൊക്കെ അങ്ങ് പ്രൈസ് അങ്ങനെ കയറി പോകുന്നുണ്ട്. പല ടൈപ്പ് വേരിയൻസും കാര്യങ്ങളുണ്ട്. 7 ലക്ഷം രൂപ മുതലല്ലേ? നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഈ മാസത്തെ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഏകദേശം എത്ര വരുന്നുണ്ട്? നമുക്ക് ഏകദേശം ഒരു 55 റേഞ്ച് വരെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇപ്പോൾ വെർണ ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് എത്രയല്ല സ്റ്റാർട്ടിങ് വരുന്നത്? നമുക്ക് 11 ലക്ഷം മുതൽ വെർണ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വണ്ടി. ആക്ച്വലി 11 ലക്ഷം മുതൽ വരുന്നുണ്ടല്ലേ? വെർണ എന്ന് പറയുമ്പോൾ നമ്മളെ വിർച്ച്സിൻ്റെ ഒക്കെ കോമ്പറ്റീഷൻ ആണ്. ആക്ച്വലി 11 ലക്ഷം രൂപ മുതൽ അതിൻ്റെ വില സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ശരിക്കും ഞാനും ഒന്ന് വണ്ടർ അടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ് ടു ടെർബോ വേരിയൻസ് ടെർബോ DCT ഒക്കെ വരുന്നുണ്ട്. 7 സ്പീഡ് DCT കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പെർഫോമൻസ് മെഷീനാണ്. വെർണയെ കുറിച്ചുള്ള എക്സ്ക്ലൂസീവ് വീഡിയോ അടുത്ത് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 200 ഹോഴ്സ് പവർ വരെ പുഷ് ചെയ്യാൻ പറ്റുന്ന വെർണകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. ആൻഡ് ഡിസ്കൗണ്ട്സും കാര്യങ്ങളും എങ്ങനെയാണ്? ഏകദേശം ഒരു 45 റേഞ്ച് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് ഒക്കെ ആണ്. അത് എത്ര വരുന്നുണ്ട്? കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് നമുക്ക് 20,000 നമുക്ക് 20,000 രൂപ നമുക്ക് കോർപ്പറേറ്റ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 50,000 റുപ്പീസിൻ്റെ ഡിസ്കൗണ്ട്സും കാര്യങ്ങളും വരുന്നുണ്ട്. കൂടാതെ നമ്മളെ വീഡിയോ കണ്ടു വരുന്നവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രൈസിങ്ങും കാര്യങ്ങളും ഉറപ്പായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. തീർച്ചയായിട്ടും കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ നൽകുന്നതായിരിക്കും. കൂടാതെ ഈ ഷോറൂമിന്റെ പരിധിയിൽ നമുക്ക് മറ്റേ റൂറൽ സ്കീം നമുക്ക് അവൈലബിൾ ആയിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വാഹനങ്ങളായാലും ഹ്യുണ്ടായിൻ്റെ ഏത് വാഹനങ്ങളാണെങ്കിലും ഇപ്പോൾ നിലവിലിപ്പോൾ ഞാനിപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടെ പുറത്ത് നമ്മളെ ക്രെറ്റയുടെ ഡീസൽ ഓട്ടോമാറ്റിക് കിടപ്പുണ്ട്. അതുപോലെ ബാക്കി വാഹനങ്ങൾ വെർണ കിടപ്പുണ്ട്. എല്ലാ വാഹനങ്ങളും ഇവിടെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക.